ഫൈസൽ മലബാറിൻ്റെ ഇഷ്യൂ വലുതായി ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ആളെ കുറ്റം പറയുമ്പോഴും നമ്മളും കുറ്റം പറഞ്ഞ് വിളിച്ചിട്ട് ചെയ്തത് ഒക്കെ മോശമാണെന്ന് പറയുമ്പോഴും നോർമലൈസ്ഡ് ആക്കുന്നത് കൊണ്ട് നമ്മൾക്കിതിൽ യോജിക്കാനേ പറ്റില്ല. അതിനർത്ഥം വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ എന്നല്ല കേട്ടോ. അവർ വീട്ടിലേക്ക് വരാം, വീട്ടിൽ വന്നിട്ട് പൊക്കോട്ടെ, വീട്ടിൽ സംസാരിച്ചോട്ടെ, നമ്മളോട് സംസാരിക്കാം, ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം, എല്ലാം ചെയ്യാം, എല്ലാവർക്കും എല്ലാം ചെയ്യാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ നോർമലൈസ്ഡ് ചെയ്താൽ ഈ ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അതിനർത്ഥം ലാലേട്ടൻ വീട്ടിൽ കയറ്റുമ്പോൾ ലാലേട്ടനെ എതിർത്ത് സംസാരിക്കാനോ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്യാനോ അതൊന്നും ശരിയല്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റണോ, നീ നിൻ്റെ വീട്ടിൽ കയറ്റണോ, അവനവൻ്റെ വീട്ടിൽ കയറ്റണം എന്നൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പിന്നെ ലാലേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വീട്ടിൽ കയറ്റണം എന്നില്ലല്ലോ. ലാലേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടത് ലാലേട്ടനെ. ലാലേട്ടൻ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ പുറകിലൂടെ നമുക്ക് നടക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അപ്പോൾ ലാലേട്ടൻ വീട്ടിൽ കയറ്റിക്കോട്ടെ, നിനക്ക് വീട്ടിൽ കയറ്റാൻ ആഗ്രഹം കൊണ്ട് നീ വീട്ടിൽ കയറ്റു, അപ്പുറത്തെ ഒരാളെ വീട്ടിൽ കയറ്റിയുണ്ട് അവർ വീട്ടിൽ കയറ്റിക്കോട്ടെ. പക്ഷേ അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആകുന്നവരായാൽ മതി എന്നേ. എല്ലാവരും ഇൻഫ്ലുവൻസ് ഒന്നും ആവില്ല. പക്ഷേ എവിടെയാണ് ഇത് ഇൻഫ്ലുവൻസ് ആകുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇതുപോലെയുള്ള അംഗീകാരങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ കല്യാണമേ വേണ്ട, ആണുങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും ഇറങ്ങും ഓരോരോ പെണ്ണിനെയായിട്ട് കെട്ടാൻ. അങ്ങനെ തമ്മിൽ കെട്ടും. പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും ആദിലയും നൂറ് ആകാൻ പറ്റില്ല. എല്ലാവർക്കും ആദിലയും നൂറേ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവരെ പോലെ സ്നേഹിച്ച് നടക്കാൻ അവർക്കേ പറ്റുള്ളൂ. ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ആവാൻ പറ്റും. നമ്മുടെ ബിഗ് ബോസിൽ തന്നെ നോക്കണം, പേളിയും ശ്രീനിഷിൻ്റെയും അടിപൊളിയായിരുന്നില്ലേ അവർ തമ്മിലുള്ളത്. അപ്പോൾ ആണും പെണ്ണിന് ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ. അപ്പോൾ ഇവരെ പോലെ സ്നേഹിച്ച് നടക്കാൻ ആണിനും പെണ്ണിനും പറ്റും. പിന്നെ നിങ്ങളെല്ലാം ഒരുപാട് പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കുന്ന കാര്യം, എന്നോടാണെങ്കിലും കമൻറ്റ് ബോക്സിലാണെങ്കിലും, വേറൊരാളുടെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും ഇടാനുള്ള ആളല്ല നമ്മൾ, അത്ര വലിയ യൂട്യൂബറല്ല. പക്ഷേ വേറൊരു ആളുകളുടെ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോഴും അവരുടെ ലവിനെ കുറിച്ചും അവരുടെ സ്നേഹത്തിനെ കുറിച്ചും ഭയങ്കരമായിട്ട് ഇതുപോലെ വേണമെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്നവർക്ക് കുറച്ച് ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ ഇവരൊരു പെൺകുട്ടിനെ കണ്ടെടുത്തിട്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും ആദിലയും നൂറിയും ആകാൻ പറ്റില്ല. പിന്നെ അവരെ അകത്തോട്ട് വിട്ടത് എന്തിനാ? അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് കൂടുതലായിട്ടും. അവരെന്തെങ്കിലും അതിനെക്കുറിച്ച് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ കാര്യം മാത്രമല്ലേ. അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ അവർക്ക് പോലും വലുതായിട്ട് താല്പര്യമില്ല. അതിൽ നിങ്ങളത് ബിഗ് ബോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കണം. അവർക്ക് വേണ്ടി പോലും ഒരു കാര്യം, ഒന്നോ രണ്ടോ കാര്യം ആദിലെ പറഞ്ഞു തോന്നുന്നു, നൂറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് എന്താണ്, ഇവർക്ക് അടക്കം ഇഷ്ടമല്ല അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ. പൊതുവെ പറയുകയാണെങ്കിൽ ഇവരുടെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് ആദിലയും നൂറയെ പോലെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഈ പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും മറന്നു കളി മക്കളെ. പിന്നെ എല്ലാവരും പറയും ജനിക്കുമ്പോഴേ കിട്ടുന്നതായിരിക്കും ഹോർമോണിൻ്റെ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ളവർ മാത്രം പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ ഇൻഫ്ലുവൻസ് കാരണം പോകുന്ന കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ തുടങ്ങി. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ തുടങ്ങി എന്ന് പറയുമ്പോൾ അതിനുള്ള റീസൺ, അതിൻ്റെ മെയിൻ കാരണം ഞാൻ ഇവിടെ വെക്കാം. വീഡിയോ കണ്ടു. ഞാൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. എൻ്റെ മോള് പഠിക്കുകയാണ്. അവിടെ ഒരുപാട് ഇഷ്യൂസ് ലെസ്ബിയൻസിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഗേൾസ് സ്കൂളാണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഫ്രഞ്ചൈസ് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ ബോയ്സും ഗേൾസിൻ്റെ ഇടയ്ക്ക് അഫെയറൊക്കെ ഉണ്ട്. പക്ഷേ അതാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. ഇവർ പ്യൂർലി സെക്സ് ബേസ്ഡ് ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ്. അവരുടെ ആ ഒരു സെക്ഷലി ഉള്ള ഒരു അഗ്രഷൻ എങ്ങനെയൊക്കെയോ അവരെ തീർക്കാൻ ശ്രമിക്കുന്ന മാത്രമാണ്. ഇതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് വീട്ടിലെ പാരൻസ് ഇതിന്റെ പേരിൽ സഫർ ചെയ്യുന്നുണ്ട്. ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് കരുതി ഇങ്ങനൊരു മൈൻഡ് സെറ്റിൽ ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് പോകുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നെ ഇവിടെ സംഭവിക്കും, അത് ഉറപ്പാണ്. അതാണ് നോർമലൈസ്ഡ് ചെയ്താൽ എന്താകുമെന്ന് അന്ന് ലക്ഷ്മി പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് ഈ ഒരു ഓഡിയോ കാരണം മാത്രമല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അല്ലാത്ത ഒരു സംഭവം ഉണ്ടായതുകൊണ്ടും അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളെ സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തത്. ഇത്
നോർമലൈസ്ഡ് ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവരങ്ങനെ ജനിക്കുമ്പോൾ അങ്ങനെ LGBTQ പോയി അവരുടെ ലെസ്ബിയൻ ആണെങ്കിൽ അത് അവരങ്ങനെ പൊക്കോട്ടെ, അതിന് നമ്മൾ ആരും എതിർപ്പ് പറയുന്നില്ല. പക്ഷെ അവരിനെ നോർമലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് അവരെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കോ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് അവരിനെ ഈ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ ഇങ്ങനെ നിർത്തുമ്പോൾ അവരുടെ ബിറ്റുകളും വീഡിയോകളും കാണിച്ച് ജനങ്ങളെ, പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് മോശമായ കാര്യമാണ്. ലാലേട്ടൻ വീട്ടിലേക്ക് വിളിച്ചോട്ടെ, ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ലാലേട്ടനെ ആരിനെ വേണേലും വിളിക്കാം. എനിക്ക് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നല്ല, അവർക്ക് വീട്ടിലേക്കും കയറ്റാൻ പറ്റും. അവർ നല്ല മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടികളാണ്, അവരെയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ നോർമലൈസ്ഡ് ചെയ്യുന്നത് കൊണ്ടും ഉള്ള ഇഷ്യൂകൾ ഭീകരമാണ്, പറഞ്ഞാൽ ഭീകരമാണ്. ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞ്